ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 23-ാമത് വചനം. നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല, യോർദാൻ അതിൻ്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും എന്നുള്ള ആഴമായ വചനമാണ്. ഇവിടെ എന്താണ് ഓർമ്മപ്പെടുത്തി പറയുന്നത്? ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആക്കപ്പെടുകയും ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ എല്ലാ പ്രതീക്ഷകളും അസ്ഥിരപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന ഭക്തനായ ഇയ്യോബിനോട് ദൈവാത്മാവ് പറയുകയാണ്, ഒരാഴമായ സൃഷ്ടിയാണ് നിൻ്റെ മേൽ ഞാൻ വെച്ചത്, ഒരാഴമായ വിളിയാണ് നിന്നെ ഞാൻ വിളിച്ചിട്ടുള്ളത്, ഒരു മഹത്തേറിയ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ ഓർപ്പിച്ചിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുന്ന ഏത് പ്രശ്നത്തെയും, ഏത് പ്രതികൂലങ്ങളെയും, ഏത് വിപത്തുകളെയും അതിജീവിപ്പാനുള്ള കരുത്തും ബലവും നിൻ്റെ മേൽ ഞാൻ പകർന്നിട്ടുണ്ട് എന്നോർമ്മപ്പെടുത്തുന്ന പദങ്ങൾക്ക് ശേഷമായിട്ടാണ് 23-ാം വാക്യം പറയുന്നത്. നദി കവിഞ്ഞൊഴുകി വരുമ്പോൾ അത് നിന്നെ കൂടി ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന് നീ ചിന്തിച്ചു പോകുന്നതായ ഘട്ടം നിൻ്റെ മുൻപിൽ വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിനക്ക് ധൈര്യം നൽകുന്ന, നീ ഭ്രമിച്ചു പോകാതെ നീ നിർഭയമായിരിക്കുന്ന ഒരാത്മശക്തി നിൻ്റെ മേൽ ഞാൻ പകർന്നിരിക്കുന്നു എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് വന്നാൽ, മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്യുന്നതായ ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രാമധ്യത്തിൽ അവർ വന്നെത്തി നിൽക്കുന്ന ആ നദീതീരത്ത് അവർ നിൽക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് നടന്നു വരുന്ന ഫറവോൻ്റെ സൈന്യമുണ്ട്. മുമ്പിൽ ചെങ്കടൽ ആർത്തിരമ്പി നിൽക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നറിയാതെ ആകുലപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കളുടെ മുൻപിൽ എന്തുത്തരം പറയണമെന്നറിയാതിരിക്കുന്ന മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മോശയോട് ദൈവാത്മാവ് പറയുന്നതും ഇത് തന്നെയാണ്. ഒരു വിശേഷമായ തിരഞ്ഞെടുപ്പ് നിൻ്റെ മേലുള്ളതുകൊണ്ട് നിൻ്റെ മുമ്പിൽ ആർത്തിരമ്പി നിൽക്കുന്ന ചെങ്കടലിനെയോ യോർദാനെയോ കണ്ടിട്ട് നീ ആകുലപ്പെടേണ്ട ആവശ്യം നിൻ്റെ മുൻപിലില്ല. ഞാൻ നിന്നോടുകൂടെ ഉണ്ടല്ലോ. ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് നീ മുൻപോട്ട് കടന്നു ചെന്ന് കടലിന് നേരെ ആ വടി നീട്ടിയിട്ട് അതിനോട് വിഭാജിക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ മുമ്പിൽ നിന്നെ കൂടി മുക്കിക്കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന യോർദാനും ചെങ്കടലുമൊക്കെ നിൻ്റെ മുമ്പിൽ വഴിമാറും കുഞ്ഞേ എന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുന്ന ദൈവശബ്ദമാണ് മോശയുടെ കാതിനകത്ത് വന്നുപെട്ടത്. ഈ ശബ്ദം കേട്ട മോശ ആത്മശക്തിയോടെ ഭയം മാറിയവരായി നിർഭയമായി മുൻപോട്ട് നടന്നു ചെന്ന് ദൈവം തൻ്റെ കയ്യിൽ അഭിഷേകം ചെയ്ത് നൽകിക്കൊടുത്തിട്ടുള്ള വടി ആ കടലിന് നേരെ നീട്ടിയപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ആ നദി വഴിമാറിക്കൊടുത്തു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നെങ്കിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന വചനം നിന്നെ മുക്കിക്കളയുമെന്നും നിന്നെ ദഹിപ്പിച്ച് കളയുമെന്നും നിന്നെ ഇല്ലാതെയാക്കി കളയുമെന്നും നിന്നെ നിർമൂലമാക്കി കളയുമെന്നും പറഞ്ഞ് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന പ്രതികൂലങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ അതിശക്തമായി നിങ്ങളെ ശക്തി പകർന്നിരിക്കുന്ന ദൈവാത്മാവുണ്ടെന്ന ബോധ്യതയിൽ മുൻപോട്ട് പോകുക. ഭയപ്പെടരുത്, ധൈര്യമായി മുൻപോട്ട് പോകൂ. ദൈവം നിങ്ങളെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. കരുണയുള്ള ദൈവമേ, ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ നോക്കി ഞങ്ങൾ ഭയപ്പെടുകയല്ല, ഞങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.